വിഴിഞ്ഞത്തെ വികസനവാതിൽ തുറക്കുന്ന ആ സംരംഭത്തിൽ എത്തി പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ തിരികൊളുത്തുന്ന സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഷാവുപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റെജി ലൂക്കോസ് ഇടത് നിരീക്ഷകൻ എൻ ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എൻ ശ്രീകുമാർ, വേദി നമുക്കറിയാമല്ലോ, പ്രധാനമന്ത്രിയുടെ വേദി. രാഷ്ട്രീയമായി പ്രതികരിക്കേണ്ട ഒരു സാഹചര്യവുമില്ലാത്ത, ലോകം നോക്കുന്ന, ഇന്ത്യയടക്കം നോക്കുന്ന നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി അത് കമ്മീഷൻ ചെയ്യുന്ന വേദിയിലാണ് വളരെ കുറിക്കുകൊള്ളുന്ന രീതിയിൽ ഉന്നമിട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു ധാരണയോടുകൂടി ഒരു രാഷ്ട്രീയം വ്യക്തമാക്കുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടുവല്ലോ, പ്രതികരണങ്ങൾ കേട്ടുവല്ലോ. ഇന്ത്യ സഖ്യത്തിന് ഒളിയുമുണ്ട്, കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പരോക്ഷമായി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിലേക്കുള്ള ചർച്ചയ്ക്ക് വഴിമാറാനാണ്? സാധാ പ്രതികരണത്തെ ആദ്യം താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ പ്രതീക്ഷേ, ഇത് ആ വേദി വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന വേദിയാണെങ്കിലും CPM ഉദ്ദേശിച്ച് നടന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം BJPയും പ്രധാനമന്ത്രിയുമായുള്ള നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള അവരുടെ ആഗ്രഹമുണ്ട്. അതൊരു പാതി വരെ അവിടെ ആ വേദിയിൽ സഫലീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവ്യതിയാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ നേരത്തെ ഉള്ളതാണ്. കാരണം അദാനി പാർട്ട്ണറാണെന്ന് CPM പറയുന്നതിൽ പുതുമയൊന്നുമില്ല. കാരണം അവരുടെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല കേരളം ഭരിക്കുന്നതെന്നും തൊഴിലാളി വർഗ ഗവൺമെന്റ് അല്ല കേരളം ഭരിക്കുന്നതെന്നും മുന്നണി ഗവൺമെന്റ് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞ ആദ്യം തന്നെ ചോദിക്കുകയാണ്, എല്ലാ സ്റ്റേറ്റുകളിലെയും മുഖ്യമന്ത്രിമാർക്കോ അവിടുത്തെ ഭരണകക്ഷികൾക്കോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുമായിട്ട് ഒരു ഫെഡറലിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ബന്ധം സ്ഥാപിക്കുക, ഊഷ്മളമാക്കുക, അതൊക്കെ തന്നെ ആഗ്രഹമാണ്, പ്രത്യേകിച്ച് മറ്റൊരു ചേരിയിലൊക്കെ നിൽക്കുമ്പോൾ. താങ്കൾ അങ്ങനെയാണോ ഉദ്ദേശിച്ചതല്ല അതിനൊരു ദ്വയാർത്ഥമുണ്ടോ? അല്ല, ഫെഡറലിസത്തെ തകർക്കുന്ന ഒരാളാണ് കേന്ദ്രം, ഒരു ഭരണമാണ് കേന്ദ്രത്തിലുള്ളതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ. വേറെ ചില കാര്യങ്ങളുണ്ട്. അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പുകഴ്ത്തുമ്പോൾ അദാനി വഴി മോദിയിലേക്കുള്ള ഒരു സൗഹൃദ പാലം, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്താ സംശയമുണ്ടോ അക്കാര്യത്തില്? കാരണം അതൊക്കെ കേരളത്തിലെ ഗവൺമെന്റ് BJPയും CPMും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത കേരളമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ളവരുടെ രാഷ്ട്രീയമാണ്. പക്ഷെ ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഈ രണ്ടു കൂട്ടിയും BJP ആണെങ്കിൽ ഒരു പരിധി വരെയുള്ളൂ BJP, CPM ഇതില് ഈ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയെ എങ്ങനെയും വിസ്മൃതനാക്കണം എന്നൊരു താല്പര്യം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഗതികേടിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് അവരുടെ മണ്ടത്തരത്തോടുള്ള മണ്ടൻ സമീപനം കൊണ്ട് ഉമ്മൻചാണ്ടിയാണ് കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പേര്. അതായത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രമുഖമായ പേര് ഉമ്മൻചാണ്ടിയുടെയാണ്. കാരണം എന്താണ്? ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം കൊണ്ടുവന്നെന്ന് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ആരും പറയാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞ CPM വിജയിച്ചത്. കാരണം ഏകപക്ഷീയമായിരുന്നല്ലോ എല്ലാ പ്രസംഗങ്ങളും. കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ അവിടെ ആരുമില്ല. ഉമ്മൻചാണ്ടിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നെന്ന് പറയാൻ ആരുമില്ല. അതില് ഒരു സ്ഥലം MP-യെ പ്രസവിപ്പിക്കാത്ത ഒരു കാര്യം CPM ഒക്കെ എടുക്കുമ്പോൾ അവരെന്ത് ഫെഡറലിസ്റ്റെ കുറിച്ച് അതിന് സംസാരിക്കുക? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത അഹിതമായ ഒരു വാക്ക് കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് വാസവൻ പുകഴ്ത്തിയത്. എന്താണ്? കർമ്മധീരൻ. പിന്നെന്താ? നമ്മൾ അതും നേടി എന്ന് പിണറായി വിജയൻ പറയുമ്പോഴേ പ്രതീക്ഷയെ കഴിഞ്ഞ 10 വർഷം കേരളം കൂടുതൽ ചർച്ച ചെയ്ത ഒരു വാക്കുണ്ട്. ആ വാക്കിന്റെ പേര് ഇന്നേ വരെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാതിരുന്ന, എന്നാൽ കഴിഞ്ഞ 10 വർഷം നമുക്ക് ഞാനൊരു കോൺടെസ്റ്റ് ഓർമ്മിപ്പിച്ചു. രണ്ട് ദിശയിലൂടെ കണ്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായും അതിന്റെ കൂടി തുടർച്ച എന്താ വേണം നമുക്ക് ഈ സാഹചര്യങ്ങളെ വായിക്കുകയും വിലയിരുത്തുകയും ചെയ്യാം. അതായത് ഇതിന്റെ പിതൃത്വം സംബന്ധിച്ചുള്ള, ഈ ക്രെഡിറ്റ് സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, കാരണം അവിടെ വന്ന് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ അവരുടെ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു പരിപാടിയിൽ അവർ നിർദ്ദേശിക്കുന്ന പരിപാടി അവിടെ നടക്കുന്നു. അവിടെ എന്താണ് തീർച്ചയായും അവിടെ പ്രതിപാദിക്കുന്നത് ഇതൊരു PPP സ്വകാര്യ പങ്കാളിത്തത്തോടുള്ള പരിപാടിയാകുമ്പോൾ അതിൻ്റെ പാർട്ട്ണറെ പരാമർശിക്കുക സ്വാഭാവികമാണ് ഒരു മന്ത്രിയെ സംബന്ധിച്ചൊരു സ്വാഗത പ്രാസംഗികരെ സംബന്ധിച്ചോളം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നു, സ്വാഗതം ആശംസിക്കുന്നു. പിന്നീട് എന്താണ്? പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രി അതിനെ ആയുധമാക്കുന്നു, ആ വരികൾ ആയുധമാക്കുന്നു. പിന്നീട് എന്താണ്? ഇടതിൻ്റെ നയം സംബന്ധിച്ച് അതിനെ ചേർത്ത് വായിക്കുന്നു, ഇന്ത്യ സഖ്യത്തോട് ചേർത്ത് വായിക്കുന്നു. അവിടെ വേദിയിലുണ്ടായിരുന്ന തരൂരിനെയും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെയും രണ്ടുപേരും ഇരുന്ന വേദി. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രി ഒരു തിരക്കഥയുമായി എത്തുന്നു, അതിലൂടെ CPMനെ പ്രതിരോധത്തിലാക്കുന്നു, വെട്ടിലാക്കുന്നു. അങ്ങനെയാണോ? അല്ലല്ല, കാരണം പ്രധാനമന്ത്രി അങ്ങനെയല്ലല്ലോ. കാരണം പ്രധാനമന്ത്രിക്ക് അറിയില്ലല്ലോ വാസവൻ ഇങ്ങനെ പ്രസംഗിക്കുന്നുള്ളത്. വാസവൻ പ്രസംഗിച്ചതിനെ കുറിച്ചിട്ടല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്.
പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു നല്ല രാഷ്ട്രീയമാണ്. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതായിരിക്കും. കാരണം ശ്രീ പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയിലെ ഇല്ലല്ലോ കേരളത്തില്. കോർ കമ്മിറ്റിയിൽ അദ്ദേഹം ഇല്ല. CPM-ലെ രണ്ട് ഘടകങ്ങളെ പോലെയല്ലേ കേരളവും അതുപോലെ കേന്ദ്ര നേതൃത്വം പ്രവർത്തിച്ചിരുന്നത്. കോർ കമ്മിറ്റിയിൽ പിണറായി വിജയൻ ഇല്ല, കേരളത്തിൽ ഇന്ത്യ മുന്നണിയും ഇല്ല. അല്ല ശ്രീകുമാർ, ഞാൻ ചോദിച്ച ഒരു കാര്യം കാരണം അല്ല, പ്രധാനമന്ത്രിക്ക് ഊഹിക്കാമല്ലോ എന്താണ് നാഴികയ്ക്ക് 40 വട്ടം അല്ലെങ്കിൽ കാര്യങ്ങൾ വിഷയമുയർത്തി എത്രയോ തവണ അദാനിക്കെതിരെ കള്ളനെന്നായാലും അഴിമതിക്കാരനായെന്ന് ഒക്കെ എത്രയോ പരാമർശങ്ങൾ വാർത്താ സമ്മേളനം നടത്തി ACC ആസ്ഥാനത്ത് പറഞ്ഞു. പാർലമെന്റിൽ ഈ വിഷയം അദാനിക്കെതിരെ ഉയർത്തിയപ്പോൾ പ്രധാനമന്ത്രിക്കറിയാം ഇവിടെ നടക്കുന്ന എന്താ പരിപാടിയിൽ പാർട്ണർ ആരാണ്? അദാനിയാണ്. ആരാണ് അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭരിക്കുന്നത്? ആരാണ്? LDF സർക്കാരാണ്. അപ്പോൾ അത് മുൻകൂട്ടി ആ നിലയ്ക്കുള്ള പരാമർശം കൂടി ആയിക്കൂടെ? അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ല, കാരണം അദാനിയെ കുറിച്ച് വാസ്തവൻ പരാമർശിച്ചതിനെ പിടിച്ചിട്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ നല്ല രാഷ്ട്രീയമാണ്. ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് നോക്കൂ, നിങ്ങൾ ഈ പരിപാടിയിൽ പ്രധാന പ്രശ്നം എന്താ? അതായത് വിഴിഞ്ഞം പോർട്ട് അത് ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് മുഖ്യമന്ത്രി വളരെ ഇതായിട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞതാ. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വാക്കിന്റെ പേര് ഉളുപ്പ് ഇല്ലായ്മ എന്നാണ്. ഉളുപ്പില്ലായ്മ. അതായത് ഞങ്ങൾ കൊണ്ടുവന്ന നമ്മൾ അത് നേടി, LDF ഗവൺമെന്റ് 96-ൽ കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ കരാർ അദാനിയുമായിട്ട് ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നുകൂടെ കൂടുതൽ ഉറപ്പിച്ച് വിശ്വസിക്കുകയല്ലേ. അപ്പൊ അത് ഇല്ലാതിരിക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരറിയാതെ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോഴേ ബുദ്ധിയുള്ളവരൊക്കെ CPI-യിൽ പോയി എന്തൊരു പരാമർശമൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഈ സമീപനം കൊണ്ടാണ് ഉമ്മൻചാണ്ടി കൂടെ ചർച്ചാ വിഷയമായത്. അത് മതി, കോൺഗ്രസിന് അത് മതി. ജനങ്ങൾക്കിടയിലെ മാധ്യമങ്ങൾക്കിടയിലെ നിങ്ങളൊക്കെ കോൺഗ്രസിന് തൃപ്തിയായി ഈ ഇന്നത്തെ പരാമർശങ്ങളും ആ വേദിയും കൊണ്ട് തൃപ്തിയായി രാഷ്ട്രീയമായി എന്നാണ് താങ്കൾ പറയുന്നത്. അത് കോൺഗ്രസ് തൃപ്തിയാണെന്നുള്ള കോൺഗ്രസ്സുകാരാ പറയണ്ടേ. നമ്മൾ കോൺഗ്രസിനെ നിരീക്ഷിക്കുകയും അതുപോലെ രാഷ്ട്രീയം നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? പിൻപറ്റി ഉള്ള സഞ്ചാരത്തിലൂടെ അത് ആ നിലയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള പരാമർശമാണ് ഇന്ന് കേട്ടത്. തീർച്ചയായും ഞാൻ മടങ്ങിയെത്ത ശ്രീ ഷാബു പ്രസാദ്, റജി ലൂക്കസിൽ വരുമ്പോൾ ഷാബു പ്രസാദ്, അതായത് ഒരു രാഷ്ട്രീയം ഒരു തരത്തിലും പറയേണ്ട ഒരു വേദിയല്ലത്. കാരണം നമുക്കറിയാം, ആ വേദി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ശ്രീ ഷാബു പ്രസാദ് നേരത്തെ ചോദിച്ചതും ഇത് തന്നെയാണ്. പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയം പറയാൻ സാധ്യതയില്ലാത്ത ഒരു വേദിയിൽ വന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയം പറയണമെങ്കിൽ അതിലെ ഉദ്ദേശം എന്തായിരുന്നു? കാരണം ഇപ്പോൾ തന്നെ നോക്കൂ, സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നത് കണ്ടില്ലേ? കാരണം അദാനിക്കെതിരെ ഏത് രീതിയിലും വരുന്ന ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും ഒക്കെ തന്നെ തടുക്കുക, അതിന് കിട്ടിയ ഒരു വേദി, പരുവപ്പെടുത്തിയ വേദി അല്ലെങ്കിൽ ഒരു പരുവപ്പെട്ട വേദി തന്ത്രപരമായി ഉപയോഗിക്കുക എന്ന നിലയിലേക്കാണ് വ്യാഖ്യാനങ്ങൾ പോകുന്നത്. ശ്രീ ഷാബു പ്രസാദ്, എന്തായിരുന്നു ലക്ഷ്യം? അല്ല, ഈ അദാനിയായിട്ട് കരാറൊപ്പിട്ടതാരായിരുന്നു? ഇവരിപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നതാണല്ലോ, ഉമ്മൻചാണ്ടിയാണ് ഈ കരാറൊപ്പിട്ട്. സത്യമാണ്. അതിൻ്റെ അകത്ത് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്കുള്ള ഒരു റോള് നമുക്ക് അവഗണിക്കാനൊന്നും കഴിയില്ല. ആർക്കും യാഥാർത്ഥ്യബോധമുള്ളവർക്ക് അവഗണിക്കാൻ കഴിയില്ല. സത്യം തന്നെയാണത്. പക്ഷേ ഈ കരാർ ഒപ്പിട്ടതാരുമായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ നാടുകളെ തെറിവിളിച്ച് നടക്കുന്ന അദാനിയായിട്ട് തന്നെയാണ് ഇവർ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലും അദാനിയായിട്ട് ഇടപാടുകളൊന്നും ഇല്ലേ? ഏതാണ്ട് 20,000 കോടിയുടെ എന്തോ ഒരു പ്രോജക്റ്റായിരുന്നു ഇവിടെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദാനിയായിട്ട് ഒപ്പിട്ടത്. അങ്ങനെ ഈ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ നാട്ടിലെ ഒരു പ്രമുഖ വ്യവസായിയെ അദാനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്, അവരുടെ പദ്ധതികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഈ കേരളത്തിൽ വഴിനീള ഗ്യാസ് ഇടുന്നത് അദാനി പൈപ്പ് ലൈനാണ് ഇടുന്നത്. ഒരു വശത്ത് നിന്ന് CPM അദാനിയെ തെറി വിളിക്കുന്നുമുണ്ട്. തിരുവനന്തപുരം എയർപോർട്ട് നടത്തുന്നത് അദാനിയാണ്. അത് ഞങ്ങൾ വില കൊടുത്ത് മേടിച്ചോളാമെന്ന് പണ്ട് CPM പറഞ്ഞതാണ്. എന്തായോ എന്തോ അറിയില്ല, അതിൻ്റെ നോട്ടടിച്ച് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. അങ്ങനെ ഇത് ഒരേ സമയം അദാനിയെ ചീത്ത പറയുകയും ഈ അദാനിയായിട്ട് കരാറുണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ അകത്തെ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ. ആ ഇരട്ടത്താപ്പ് കൂടിയാണ് ഇവിടെ ഇന്ന് പ്രധാനമന്ത്രി അവിടെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പം പ്രിയപ്പെട്ട സുഹൃത്ത് റജി ലൂക്കോസ് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് എനിക്കറിയാം. അതായത് സത്യത്തിൽ ഇത് പിണറായി വിജയൻ്റെയും LDF ഗവൺമെൻറ്റിൻ്റെയും ഇച്ഛാശക്തിയുടെ വിജയമാണ് ഈ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് ഞാനതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ UDF ഗവൺമെൻറ് ആയിരുന്നു എങ്കിൽ
ഇത് ഇവിടെ ഇപ്പോൾ നടക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, UDF ഇടതുപക്ഷമല്ലാത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് എങ്കിൽ ഇവർ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ പേരിൽ വിഴിഞ്ഞം കടൽ മുഴുവനും അദാനിക്ക് വിറ്റു, കേന്ദ്രം വിറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഈ നാട് മുഴുവനും ഇവർ കത്തിക്കുമായിരുന്നു. ഒരു സംശയവുമില്ല. ഈ ഉമ്മൻചാണ്ടി ഒപ്പിട്ട കരാറിന്റെ പിറ്റേ ദിവസം അദാനിയെ കേന്ദ്രീകരിച്ചുള്ള വാഴ്ത്ത് പുകഴ്ത്തൽ അല്പം കൂടിപ്പോയി എന്ന തോന്നലുണ്ടോ? കാരണം നോക്കൂ, ഇപ്പോൾ മറ്റേത് പൊളിറ്റിക്കലാണെന്ന് പറയാം, കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ അവർ പറയുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ഒക്കെ തന്നെ പ്രതികരണം. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ അദാനി, നമുക്കറിയാമല്ലോ ഗുജറാത്തിൽ ഒരു പോർട്ട്, അതിനെടുത്ത സമയം, അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ കാര്യത്തിലൊക്കെ തമാശ രൂപേണ ആണെങ്കിലും പ്രധാനമന്ത്രി അല്പം കുറച്ചുകൂടി പുകഴ്ത്തലിൻ്റെ ഒക്കെ തന്നെ പരിധി വിട്ടുപോയിട്ടുണ്ടോ എന്ന ആ തോന്നലൊക്കെ ഉണ്ടാകാം. അതിനെന്തെങ്കിലും ഈ പറയുന്ന പോലെ രാഷ്ട്രീയ ധ്വനി കൊടുക്കേണ്ടതുണ്ടോ? അതിപ്പോൾ ഇവിടെ ഈ നാട്ടിൽ എൻ്റെ പ്രതീക്ഷയെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും വരെ രാഷ്ട്രീയമുള്ള നാടാണിത്. അതിന് രാഷ്ട്രീയ വ്യാഖ്യാനം വരുന്ന നാടാണിത്. അപ്പം പ്രധാനമന്ത്രിയെപ്പോലെ ഒരാൾ പറയുന്ന ഓരോ വാക്കിൻ്റെ അകത്തും അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കണ്ടെത്താനും അതിൻ്റെ അകത്ത് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ കൊടുക്കാനും ഒക്കെ പ്രത്യേക താല്പര്യം ഉണ്ടാകും. അതെന്തും ആയിക്കോട്ടെ. അദ്ദേഹം അവിടെ എന്താണ് പറഞ്ഞത്? അദാനി ഗുജറാത്തിൽ പണിഞ്ഞ പോർട്ടിനെക്കാട്ടിൽ വലിയ പോർട്ടാണ് ഇപ്പോൾ കേരളത്തിൽ പണിഞ്ഞിരിക്കുന്നത്, അതിന് അദ്ദേഹം ഗുജറാത്തികളുടെ ചീത്തവിളി കേൾക്കേണ്ടി വരും എന്ന് സരസമായിട്ട് പറഞ്ഞു പോയതിനെ അതെങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോളൂ, അത് വേറെ കാര്യം. പക്ഷേ അദാനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു വലിയ വ്യവസായിയാണ്. 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ വ്യവസായ സാമ്രാജ്യമാണത്. ശതകോടിക്കണക്കിന് രൂപ GST അടയ്ക്കുന്ന നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ ഭാഗമായി അടയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ളൊരു വ്യവസായിയുടെ റോള് നമുക്ക് അവഗണിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള ഒരുപോലെ അദാനി എന്നല്ല, അതുപോലെയുള്ള ഒരുപാട് വ്യവസായികളുണ്ട് അവിടെ. എത്ര പേർക്ക് ഇതിപ്പോൾ ഇന്നിവിടെ പിണറായി വിജയൻ തന്നെ പറഞ്ഞാണ് 5000 പേർക്കാണ് നേരിട്ട് തൊഴിൽ ലഭിക്കുന്നത് ഇവിടെ എന്ന്. ഇത്രയും 5000 പേർക്കെന്ന് പറഞ്ഞാൽ അവിടെ 5000 കുടുംബങ്ങളാണ് നേരിട്ടും അല്ലാതെയും ഒക്കെ സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ കോർപ്പറേറ്റുകളുടെ റോള് കാണേണ്ടത്. എത്രായിരം കുടുംബങ്ങൾ, എത്ര പേരുടെ ജീവിത നിലവാരമാണ് മറിയുന്നത്. CPM രാഷ്ട്രീയം അല്ലെങ്കിൽ പിണറായി LDF സർക്കാർ മറ്റൊരു അവരെ ആ ഒരു സംവിധാനത്തെ മറ്റൊരു കുഴിയിലേക്ക് ഇന്നത്തെ പരാമർശങ്ങൾ കൊണ്ടെത്തിച്ചു എന്ന തോന്നൽ താങ്കൾക്കുണ്ടോ? ഇതൊക്കെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മറക്കുന്ന കാര്യങ്ങളാണെന്ന്. ഇപ്പോൾ ഇതേ CPM തന്നെയാണല്ലോ ഈ അദാനിയെയും മോദിയെയും ചേർത്തോണ്ട് ഈ നാട് നീളെ മുഴുവൻ പറഞ്ഞു നടക്കുന്നത്. അതേ CPMൻ്റെ മന്ത്രി തന്നെ നമ്മൈ പാർട്ണർ എന്ന് പറയുന്നു. ഇതേ അദാനിയെ അവർ AKG സെൻറ്ററിൽ വിളിച്ച് സ്വീകരണം കൊടുത്തു. ഇപ്പോൾ ഞാൻ മുമ്പേ ഒന്ന് മുഴുമിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ക്രെഡിറ്റ് CPMന് ഞാൻ കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ്. CPM ഇവിടെ ഭരിക്കുന്ന കാര്യം ഈ പദ്ധതി മുടക്കാനും നാട് കത്തിക്കാനും ഇരിക്കുന്നവർ തന്നെ ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് അവർ അതിന് ഇറങ്ങിത്തിരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ പദ്ധതി നടന്നത്. മറ്റേതെങ്കിലും ഒരു സർക്കാരായിരുന്നുവെങ്കിൽ, ഉമ്മൻചാണ്ടി സർക്കാരോ UDF സർക്കാരോ ആയിരുന്നെങ്കിൽ നടക്കില്ല. നമുക്കറിയാം പണ്ട് ഇവിടെ റോഡ് UDF സർക്കാരിൻ്റെ കാലത്ത് ആണെന്ന് തോന്നുന്നു. റോഡിനെതിരെ ഈ 6 വരി പാതയ്ക്കെതിരെ ഇവിടെ നാട്ടിൽ നിന്ന്, അതായത് അച്ചുമാവൻ്റെ പശുവിനെ അപ്പുറത്ത് കൊണ്ട് കെട്ടാൻ പറ്റാത്തത് കൊണ്ട് ഈ നാട്ടിൽ റോഡ് വേണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അവർ തന്നെ ഇപ്പോൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ഈ വലിയ റോഡിൻ്റെ ക്രെഡിറ്റ് അവരെടുക്കുന്നു. ഇവർ തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഈ നാട്ടിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ തന്നെ 5 പ്രവർത്തകരെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തു. അവർ തന്നെ ഈ സാധനം കൊണ്ടുവന്നു. വിദേശ സർവകലാശാല വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖനായ ഒരു വയോധികനെ ആ കോവളത്ത് വെച്ച് ചെപ്പക്കുറ്റിക്ക് അടിച്ച് താഴെ ഇട്ടു. അവർ തന്നെ ഈ സാധനം കൊണ്ടുവന്നു. ഇതൊക്കെ മനുഷ്യർ മലയാളിക്ക് ഈ കാപട്യം തിരിച്ചറിയാൻ നമ്മൾ കാണുന്നുണ്ട്. ഒരു തമാശ പോലെ ഈ നാട്ടിൽ ഇതൊക്കെ നടക്കും. ഷാഹു പ്രസാദിനെ പോലെയുള്ള വിലയിരുത്തുന്നത്, അതായത് എന്താണ്, കാലാനുസൃതമായ മാറ്റം അത് CPM ഉൾക്കൊള്ളുന്നു. അതിനുള്ള പ്രശംസയാണ് ഈ വേദിയിൽ നൽകിയത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു മന്ത്രി പറയുന്നു, അല്ലെങ്കിൽ മന്ത്രി എടുത്തു പറഞ്ഞ വാചകങ്ങളെ ചേർത്ത് വായിക്കുന്നത് നയംമാറ്റത്തിൻ്റെ കൂടി ധ്വനിയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ CPMനെ വീട്ടിലേക്ക് ആക്കിയതാണോ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ? അല്ല, ഞാനിന്നത്തെ ആ ഉദ്ഘാടന സമ്മേളനം പൂർണ്ണമായിട്ട് ലൈവിലുണ്ട് ഒരാളാണ്. എനിക്ക് ആ ഉദ്ഘാടന സമ്മേളനം രസകരമായിട്ട് തോന്നി. കാരണം ഒരു ഔദ്യോഗിക ചടങ്ങാണെങ്കിൽ അതിനകത്ത് ഒരു രസകരമായ രീതിയിൽ അത് മുമ്പോട്ട് പോയത്. പക്ഷെ ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അതിലൊരു കാര്യം,
ചില നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരികൾ വരുമ്പോൾ ചരിത്രം വഴിമാറും, പ്രത്യേകിച്ച് വികസനത്തിന്റെ കാര്യത്തിൽ. അതാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയിലൂടെ കേരളം ഇന്ന് ആർജിച്ചിരിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ വാതിലുകൾ തുറന്ന് ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പോലും പരിപോഷിക്കുമെന്ന് ഉറപ്പുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോലും അംഗീകരിച്ച വേദിയിൽ വെച്ചു ആ ചടങ്ങാണ് ഇന്ന് കേരളത്തിൽ നടന്നത്. രാഷ്ട്രീയം സ്വാഭാവികമായിട്ടുണ്ടാവും, മറക്കാനൊന്നുമില്ല. പിന്നെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട VN വാസവൻ മന്ത്രി പറഞ്ഞ ഒരു വേടിനെ പിടിച്ചുകൊണ്ട് സരസമായിട്ട് മറുപടി പറഞ്ഞു. അതിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? VN വാസവൻ എന്ന് പറഞ്ഞ മന്ത്രി ഷിപ്പിംഗ് തുറമുഖ മന്ത്രിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദാനി എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പാർട്ണർ തന്നെയാണ്. ആ പാർട്ണറെ പിന്നെ പാർട്ണർ അല്ലാണ്ട് പിന്നെ എങ്ങനെ വിശേഷിപ്പിക്കുക? അദ്ദേഹം അത് പറയാന്നുള്ളത് തികച്ചും ഒരു പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു മര്യാദയാണ്. ശരിയാണ്. മറ്റൊരു കാര്യം പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിലെ ചിലരുടെ ഉറക്കം കെടുത്തുന്ന പരിപാടിയായി ഇത് മാറിയിട്ടുണ്ടോ? പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് പൂർത്തിരിച്ചോട്ടെ. പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് VN വാസവൻ പറഞ്ഞാല് കമ്മ്യൂണിസത്തിന് വന്ന മാറ്റം, കമ്മ്യൂണിസത്തിന് പാർട്ടി ഭരിക്കുന്ന ഒരു മന്ത്രി തന്നെ അത് പാർട്ണർ എന്ന് വിശേഷിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാ ഈ അദാനിയെയും ഈ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെയും ബന്ധപ്പെടുത്തി ഒരുപാട് ആരോപണങ്ങൾ അത് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിരിക്കുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു അദ്ദേഹം സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചതാണ്. ഞാനതിനെ ഒരു സരസമായിട്ട് തന്നെ കണ്ടിരിക്കുന്നത്. കാരണം ആ വേദിയിലിരിക്കുന്ന സ്വകാര്യ പങ്കാളിത്തത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സ്വകാര്യ പങ്കാളിത്തത്തെ ഒരു പാർട്ണർ എന്ന ഒരു അദാനി എന്ന വ്യക്തിയിലേക്കല്ല അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുക. അതിനെനിക്കൊരു പ്രത്യേകമായ ഒരു വാക്ക് പറയാനുണ്ട്. അതായത് മാറ്റം എന്ന് പറഞ്ഞ വാക്കിന് മാത്രമേ മാറ്റമില്ലായ്മയുള്ളൂ എന്ന് പറഞ്ഞ കാറൽ മാർക്സ് അത്രയ്ക്കും വലിയ സന്ദേശം ലോകത്തിന് കൊടുത്തത് എന്താണെന്നറിയോ? ഈ കാലാശ്രിതമായ മാറ്റം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് CPM. ആ പാർട്ടിയെ സംബന്ധിച്ചോളം സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നിക്ഷേപത്തിനായി ക്ഷണിക്കുകയും രാജ്യത്തിന്റെ സംഭാവനയെ നൽകേണ്ട പദ്ധതികൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളത് CPM-ന്റെ നയം തന്നെയാണ്. ഒരു തർക്കമല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാവപ്രസാദ് പറഞ്ഞ 2 വാക്കുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനത് പറയാനിരുന്നത് എന്താ അറിയോ? ഇതിന്റെ കരാറൊപ്പിട്ടത് ആരാ? ഇപ്പൊ വിമർശിക്കുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ്. അത് ഉമ്മൻചാണ്ടി സാറാ. ഉമ്മൻചാണ്ടി സാറ് ഒരുപാട് കല്ലിട്ടിട്ടുണ്ട് കേരളത്തിൽ. ഒരു തുറമുഖം ഉണ്ടാക്കാൻ മാത്രം കല്ലിട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറ് ആ കല്ല് ഒന്ന് തൊടാനായിട്ട് പോലും പിന്നെ വന്നിട്ടുണ്ടോ? രണ്ടാമത് മറ്റന്നൊരു ടോയ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച് പട്ടന്നൂർ കല്ല് മാത്രമല്ല ഒരു കരാർ കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ അവിടെ. ആദ്യമാണ് മനസ്സിലാക്കേണ്ടത്, ഒരു കരാർ എന്ന് പറഞ്ഞാൽ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഭരണ തുടർച്ച എന്ന് പറയുന്നത്. ഭരണ തുടർച്ചയിൽ അത് അദാനി അതിന് കേപ്പബിൾ ആണ്. 68ഓളം ചെറുതും വലുതുമായ പിന്നെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തുറമുഖം നടത്തുന്ന അദാനി അതിന് കേപ്പബിൾ ആണ്. ആ അദാനിയെ ഇൻവൈറ്റ് ചെയ്ത ഉമ്മൻചാണ്ടി സർക്കാരിനെ ഞങ്ങൾ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാത്തല്ലേ ഞങ്ങള് കുറ്റപ്പെടുത്തുള്ളൂ. അത് കേരള സർക്കാർ കണ്ടിന്യൂ ചെയ്തു. നിശ്ചയദാർഢ്യമുള്ള ഇത് നടത്തിയേ പറ്റുള്ളൂ എന്ന ധാരണയുള്ള ചിന്താഗതിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചതോടുകൂടി അത് ഫലവത്തായി കേരളത്തിന് ചിത്രം മാറുന്നു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ ഈ സെൻട്രൽ അവസാനിപ്പിക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ അതിന്റെ കഴിഞ്ഞ ജൂലൈയില് അതിന്റെ ആദ്യത്തെ ഷിപ്പ് വന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരു ക്ഷണിതാവായിട്ട് ഞാൻ പങ്കെടുത്ത ആളാണ് ആ സദസ്സില്. പ്രധാനമന്ത്രിയുടെ വിഴിഞ്ഞത്തെ രാഷ്ട്രീയ സന്ദേശത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ N. ശ്രീകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് എന്താണ് ബാന്ധവം? പിണറായി വിജയൻ RSS BJP ബാന്ധവം എന്നത് വലിയ രീതിയിൽ പ്രചാരണായുധമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഇനാംബിച്ചിക്ക് മരപ്പട്ടി കൂട്ടി എന്ന് വളരെ കെ മുരളി തന്നെ പോലെയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണം വരുന്നു. ഇപ്പോൾ ഇതിന് ശേഷം ഈ പരിപാടിയുടെ ഇന്നത്തെ ഈ പരാമർശങ്ങൾ, പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ശേഷം ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞു. വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിവെക്കുമോ, ചൂടുപിടിക്കുമോ? അതേത് ദിശയിലായിരിക്കും അങ്ങനെയെങ്കിൽ? തീർച്ചയായിട്ടും പ്രതീക്ഷയെ ഇതിൽ നമ്മള് നേരത്തെ ഒരു തമാശയായിട്ട് ബെജി ലൂക്കോസ് പറഞ്ഞു, ഷാബു പ്രസാദ് അല്പം ഒരു പൊടിക്കൈ രാഷ്ട്രീയവും പറഞ്ഞു. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല് അത് കേരളത്തിലെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ചിന്ത ഈ 2 കൂട്ടർക്കുണ്ടല്ലോ, BJPക്ക് CPM-നും. അപ്പൊ അതുകൊണ്ട് അവര് ആ വേദിയിൽ നിന്ന് കോൺഗ്രസിനെ അകറ്റി നിർത്തി. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു വരാൻ ശ്രമിച്ചതാണ്. സ്ഥലം MP ശശി തരൂരിനോട് പ്രസംഗിക്കാൻ അനുമതി കൊടുത്തില്ല. കോവള പോട്ടെ, സ്ഥലം MP എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ MP പ്രസംഗിക്കാൻ അനുമതി കൊടുക്കണ്ടേ ഒരു ജനാധിപത്യ രാഷ്ട്രത്തില്? നമ്മുടെ ജനാധിപത്യത്തിലെ മറ്റൊരു മുഖമാണ് എന്താ അറിയാവോ? ഒരു പണിയും ചെയ്യാത്തവര് ക്രെഡിറ്റ് എടുത്തുകൊണ്ടുപോകുന്നത് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു ദുരവസ്ഥയാണത്. ഇപ്പൊ കാലം കാത്തുവെച്ച കർമ്മയോഗി എന്ന് വാസം വരുമ്പോ ഏത് കർമ്മമാ ചെയ്തേ സഖാവ് എന്ന് ചോദിക്കുമ്പോ അവര് വിഴിഞ്ഞം പറയും, കൊച്ചി സ്മാർട്ട് സിറ്റി പറയല്ലേ, വിഴിഞ്ഞം ഉമ്മൻചാണ്ടി, സ്മാർട്ട് സിറ്റി ഉമ്മൻചാണ്ടി, അതുപോലെ കൊച്ചി വിമാനത്താവളം ഉമ്മൻചാണ്ടി, കണ്ണൂർ വിമാനത്താവളം ഉമ്മൻചാണ്ടി. ഈ കർമ്മയോഗിയുടെ ഒരു കർമ്മം പറയാൻ പറഞ്ഞ ഞാൻ പറഞ്ഞോട്ടെ ഈ കർമ്മയോഗി ചെയ്ത
അല്ല ഞാൻ പറയട്ടെ, റജിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. ഈ കർമ്മയോഗി കാലം കാലം കാത്തു വെച്ച കർമ്മയോഗി ചെയ്തത് കേരളയിലാണ്. ആ കേരളയിലെ മഞ്ഞക്കുറ്റി ജനങ്ങൾ പിഴുത് ഏതോ കുളത്തിലും തോട്ടിലും ഒക്കെ ഇട്ടു. ഇതാണ് സംഗതി. പ്രതീക്ഷ തന്നെ ആലോചിച്ചു. അല്ല ഞാൻ പറയട്ടെ, ജ്വലിക്കുകയും അങ്ങനെ കർമ്മയോഗി പദപ്രയോഗങ്ങൾ പോലെ പണ്ടും വാസവൻ പറഞ്ഞിട്ടുണ്ട്. വേദി ഇതല്ല എന്ന് മാത്രം. അല്ല ഒരു മിനിറ്റ്, അതായത് ഞാൻ പറഞ്ഞു, അതായത് ഈ തുറമുഖ വകുപ്പ് എന്ന് തൊട്ടാ പിണറായി ഗവൺമെന്റ് ഏറ്റെടുത്തത് അതാദ്യം മനസ്സിലാക്കുക. വിഴിഞ്ഞം പദ്ധതിയുടെ മറ്റേ കരാറ് അദാനിയുമായിട്ട് ഒപ്പിട്ടപ്പോ അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത് വിഴിഞ്ഞെന്നല്ല, പിഴിഞ്ഞം, ജനങ്ങളെ പിഴിയുന്ന പിഴിഞ്ഞമാണെന്ന് അച്യുതാനന്ദൻ പറഞ്ഞത്. പിന്നെ ഇവര് പറഞ്ഞ 6000 കോടിയുടെ 4000 കോടി 50 കോടി നിൽക്കട്ടെ, അത് പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാ. അതിനുശേഷം ഇവർ അധികാരത്തിൽ വന്ന ഒരു അന്വേഷണം നടത്തില്ല, അതും പൊക്കോട്ടെ. ഈ കരാറ് ഒപ്പിട്ട ശേഷം തുറമുഖ വകുപ്പ് ഘടകകക്ഷികൾക്കാ കൊടുത്തിരുന്നു, അറിയാമല്ലോ. ആദ്യം കടന്നപ്പള്ളി രാമേന്ദ്രൻ കോൺഗ്രസ് എസ്, പിന്നെ നമ്മുടെ INL-ന്റെ മന്ത്രി, ഇത്രയും ഒക്കെ കൊടുത്തിരുന്നത്. വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ സംവിധാനമൊക്കെ ചെയ്തു വെച്ചു എന്ന് ബോധ്യമായപ്പോ ഇവരെന്ത് ചെയ്തു? തുറമുഖ വകുപ്പ് ഏറ്റെടുത്തു. എന്തിനാ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തത്? അവിടെ പേര് വരാൻ, കലകത്തില് CPM-ന്റെ പേര് വരാൻ. അത് മാത്രമല്ല, ഇങ്ങനൊക്കെ പോലത്തെ ഒരാള് വേണ്ടേ? ഈ കാലം കാത്തുവെച്ച കർമ്മയോഗം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് എന്റെ പ്രതീക്ഷയെ നമ്മൾ വിഴിഞ്ഞാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും മുഖപ്രസംഗങ്ങളിലൂടെ ആണെങ്കിലും ചാനൽ ചർച്ചകളിലൂടെ ആണെങ്കിലും നമ്മുടെ സാധാരണ പൊതുജന വീക്ഷകരടക്കം ഉമ്മൻചാണ്ടി എന്ന പേര് എത്ര തവണ പറഞ്ഞു. ഇവർ മാത്രമല്ലേ പറയാത്തുള്ളൂ. ഇതൊക്കെ പോട്ടെ, ശ്രീ ഷാബു പ്രസാദ് ഇവിടെ പറയുന്നതിന് മുമ്പ് ഇന്ന് മുരളീധരൻ, BJP-യുടെ നേതാവ് മുരളീധരൻ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടിയാണ് തുടക്കമിട്ടതെന്നുള്ളത് അംഗീകരിക്കാതെ പോകാൻ ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇത് സത്യം പറയാതെ പറ്റില്ലല്ലോ കേന്ദ്രമന്ത്രിക്ക്. അദാനിയുമായിട്ടുള്ള കരാർ ഒപ്പിട്ടപ്പോ, അതായത് അദാനിക്ക് വേണ്ടി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നതാണല്ലോ CPM പറഞ്ഞത്. ആ CPM അല്ലേ ഇന്ന് അദാനിയെ പുകഴ്ത്തിയത്. അവിടെയാണ് രാഷ്ട്രീയം നടന്നത്. അത് മോദി നന്നായി പരിഹസിച്ചു. കാരണം എന്താ അറിയോ? അപ്പോൾ പ്രധാനമന്ത്രി ഈ നയപ്രശ്നം ഉന്നയിച്ച് പേര് പറഞ്ഞ് വാസവൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന് പേര് പറഞ്ഞത് അപ്പോൾ ഈ വികസന വഴി വന്നതിന്റെ അർത്ഥത്തിലാണോ, അതോ അദാനിയെ വെള്ളപൂശുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നോ? അതായത് ഇത് നിസ്സാരമല്ല പ്രതീക്ഷ. പ്രധാനമന്ത്രിയാ പറഞ്ഞത്. ഇത് വലിയ ചർച്ചയാവും ദേശീയ അടിസ്ഥാനത്തില്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും അദാനിയെ പുകഴ്ത്തി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പാർട്ട്ണർ ആണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാട്രൺ എന്ന് വേണമെങ്കിൽ നാളെ പറഞ്ഞ് അതൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരും. അപ്പൊ കമ്മ്യൂണിസ്റ്റുകൾ പണ്ട് ടാറ്റ, ബിർള, ഗോയങ്കി എന്നൊക്കെ എല്ലാം മുദ്രാവാക്യം വിളിച്ചത്. ഇപ്പൊ എന്ത് മുദ്രാവാക്യം? പാരമ്പര്യവാദികളായ കമ്മ്യൂണിസ്റ്റുകളെ പുറന്തള്ളിയിട്ട് 2016 ശേഷമാണല്ലോ നമ്മുടെ കേരളത്തിൽ ഈ നവോത്ഥാനം വന്നത്. 2016 ഇരുട്ടായിരുന്നു. 2016 ശേഷമുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ പരിപാടി അത്. ഇത് ദേശീയ തലത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അദാനിയെ പോറ്റി എന്ന് പറഞ്ഞാൽ അത് മോദിക്ക് ഇന്ത്യ ഗവൺമെന്റിനെതിരെ അടിക്കാനുള്ള വടിയാണ് മറ്റു സ്ഥലങ്ങളില്. അതാണ് ഇന്നിപ്പോ KC വേണുഗോപാൽ പറഞ്ഞത്. പിണറായി വിജയൻ വേദി പറയണ്ട, കാരണം അത് പക്ഷേ ഒരു മര്യാദകളുണ്ടോ. പക്ഷെ പുറത്തു പറയാമല്ലോ പത്രസമ്മേളനത്തില്. വേണ്ട, പാർട്ടി സെക്രട്ടറിക്ക് പറയാമല്ലോ. ഇവര് ഈ കേരളത്തിലെ CPM എന്ന് പറഞ്ഞാല് നിങ്ങൾക്കിന്ന് മനസ്സിലായല്ലോ, ഒരു ഉളുപ്പുമില്ലാത്ത എല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ രീതിയിലേക്ക് എത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയം കളിക്കുന്നുണ്ടാ, തരാതര അവസരവാദ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ആ വേദിയിൽ നിന്ന് കോൺഗ്രസിനെ പങ്കെടുപ്പിച്ചില്ല. അതിലവർ വിജയിച്ചു എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. കാരണം കോൺഗ്രസിനെ പങ്കെടുപ്പിച്ചാൽ, ശശി തരൂർ പ്രസംഗിച്ചാൽ, കോവളത്തെ മറ്റേ MLA ഇന്ന് നമ്മളുടെ ഇവിടെ പുതുപ്പള്ളി പോയിട്ടാണ് വിൻസെന്റ് അവിടെ വിളക്ക് കൊളുത്തിയിട്ടാണ് തിരിച്ച് വിഴിഞ്ഞത്തെത്തിയത്. അതാണ് ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുന്ന ആദരം. അതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് ഇതിൽ തമാശയെ കാണാം. മോദിയുടെ കമ്മ്യൂണിസ്റ്റുകളെ പരിഹസിച്ചിരിക്കുകയാണ്. തീർച്ചയായും അതാണ് ശ്രീ ഷാബു പ്രസാദ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ രാഷ്ട്രീയ ആയുധം കോൺഗ്രസിനൊരു വടി നൽകിയിരിക്കുകയാണോ CPM-നെ അടിക്കാൻ വേണ്ടി? കാരണം കുറേ നാളുകളായി പറയുന്നു BJP ബാന്ധവം, അല്ല പല കേസുകളുമായി ബന്ധപ്പെട്ട് അല്ലാതെയൊക്കെ തന്നെ എത്രയോ നാളുകളായി വരുന്ന ADGP-യുമായി ബന്ധപ്പെട്ട വിഷയം. ആ സമയങ്ങളിലൊക്കെ തന്നെ ഉയർത്തിയ വാദങ്ങളുണ്ട് രണ്ടുപേരും തമ്മിലുള്ള ബാന്ധവം. അപ്പോൾ ഈ വേദി, ഇന്നത്തെ വേദി അങ്ങനെ ചർച്ചകൾക്ക് കൂടുതൽ ചൂടുപിടിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? അതൊന്നും ഒപ്പം അദാനി വിഷയത്തിൽ കൂടി ഈ രണ്ടിനെയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവസാനമായി പ്രതീക്ഷ ഇപ്പം കേരളം ഭരിച്ചിരുന്നത് UDF ആയിരുന്നു എന്നിരിക്കട്ടെ, ഈ VD സതീശനായിരുന്നു മുഖ്യമന്ത്രി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ തന്നെ പറയുകയുള്ളൂ.
ഭരിക്കുന്ന അതായത് അതാത് സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന സർക്കാരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ അത് നയം പറയുന്ന ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ ഉള്ള ഒരു നയം, ആ നയത്തിലൂന്നി പ്രവർത്തിക്കുന്ന ഐഡിയോളജി ഉള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടസ്റ്റിൽ ഇതിനെ കാണണം. അല്ല, ഞാൻ പറഞ്ഞത് എന്താണ്, പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നയം എന്താണ്? ഈ പറഞ്ഞ പോലെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ ലൈൻസ്, വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല. അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ നല്ല ഒരു കോർഡിനേഷനും കൈകോർത്ത് കൊടുക്കണം. ഭരിക്കുന്നത് ആരുമായിക്കോട്ടെ, രാഷ്ട്രീയ ഡിഫറൻസൊക്കെ അവിടെ നിൽക്കട്ടെ. അത് നമ്മുടെ മുമ്പിൽ വളരെ എവിഡൻ്റായിട്ട് കാണുന്നുമുണ്ട്. ഇനി അക്കാര്യത്തിൽ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ കേരള സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും ഉപരിയായി നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുമുണ്ട് എന്നുള്ള കാര്യം നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അത് റോഡിൻ്റെ കാര്യത്തിലായാലും ശരി, ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലായാലും ശരി. പക്ഷേ റെയിൽവേയുടെ കാര്യത്തിൽ കുറേ പ്രശ്നമുണ്ട്, അത് അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുമുണ്ട്. ഇനി അതെന്തുമായിക്കോട്ടെ, അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും അതിൻ്റെ ഗുണവുമുണ്ട്. പിന്നെ ഒരു വളരെ ജനകീയമായ വളരെ വലിയ ഒരു വേദിയിൽ അതിൽ പലതും സർക്കാസ്റ്റിക്കായിട്ടും രസകരമായിട്ടും ഒക്കെ പലരും പറയും. അതിനെ ആ രീതിയിൽ കാണേണ്ടവർക്ക് ആ രീതിയിൽ കാണാം, അല്ല അതിൻ്റെ അകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ കണ്ടെത്തുന്നവർക്ക് അങ്ങനെയുമാകാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണത്, വളരെ ദയനീയമാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഉമ്മൻചാണ്ടിക്ക് ഈ പദ്ധതിയിലുള്ള റോള് ആർക്കും, അതായത് യാഥാർത്ഥ്യബോധമുള്ളവർക്കാർക്കും നിഷേധിക്കാനാവില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണത്. അദ്ദേഹം അതിൻ്റെ പുറകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ആ കരാറിൽ എത്തിച്ചതിൻ്റെ അകത്ത് അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. യാതൊരു ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ ആ കാര്യം പോലും വേണ്ട രീതിയിൽ ജനങ്ങളുടെ ഇടയിലൊന്ന് ചർച്ച ചെയ്യിക്കാൻ, അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാക്കാനുള്ള ആ ഒരു കരുത്ത് പോലും ഈ കോൺഗ്രസ്സിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇങ്ങനെ ഈ മൈക്കിൻ്റെയും അല്ലെങ്കിൽ ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞ് പരിദേവനം ഇറക്കിയാലൊന്നും ആരും മൈൻഡ് ചെയ്യില്ല ശ്രീകുമാർ സാറേ. അത് നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം തോന്നുന്നുണ്ട്. സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് അർഹിക്കുന്ന ഒരു പരിഗണന ഇവിടെ കിട്ടുന്നില്ലല്ലോ എന്ന് ഈ രാഷ്ട്രീയ വ്യത്യാസം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും അത് ചെയ്യേണ്ട ആൾക്കാർ നിങ്ങളാണത് ചെയ്യേണ്ടത്. ആ രീതിയിൽ ഇപ്പം വി ഡി സതീശന് അവിടെ ഇപ്പം പറഞ്ഞില്ലേ, വേദിയിൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാതിരുന്നു. ഇതിനെയൊക്കെ അല്പമെങ്കിലും ബോധമുള്ളവർ ഇതുപോലെ വലിയൊരു ചടങ്ങിൽ, കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ വഴിത്തിരിവാകുന്ന ഒരു ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വിട്ടുനിന്നതിനെ വലിയ കാര്യമായിട്ടൊന്നുമല്ല, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയായിട്ട് മാത്രമേ അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർ എടുക്കുകയുള്ളൂ. അല്ലാതെ ഇത് വലിയ സംഭവം കണ്ടോ, ഞങ്ങളുടെ വി ഡി സതീശൻ ഇങ്ങനെ വേണം എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ആരും ചെയ്യും തോന്നില്ല. നിങ്ങളുടെ ദൗർബല്യമാണ് അവിടെ വെളിവാക്കുന്നത്. ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെയുള്ളവരാണോ ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരാൻ പോകുന്നത്. തീർച്ചയായും നമ്മുടെ തന്നെ ശ്രീ റെജി ലൂക്കോസ്, അവസാനമായി നോക്കൂ, പ്രധാനമന്ത്രി വന്ന് വാചകങ്ങൾ പറഞ്ഞു, കയ്യടി നേടിപ്പോയി. അപ്പോഴും എന്താണ് ഇവിടുത്തെ രണ്ട് കാര്യങ്ങളൊന്ന്, വലിയൊരു വിശാലമായ ഒരു സഖ്യത്തിന് വേണ്ടി അതിനെ നയിക്കാൻ തക്ക രീതിയിൽ ഉള്ള ഒരു വിശാല ഒരു നാഷണൽ ഓൾട്ടർനേറ്റീവ് പോലെ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോവുകയാണ്. ആ ഇന്ത്യ സഖ്യത്തിന് എതിരെയുള്ള ഒരു പ്രയോഗമാണ്, ഒരു വളരെ ഒളിയമ്പാണെങ്കിലും ഉന്നമിട്ടത് വളരെ വ്യക്തമാണ്. അതൊന്ന് ബാക്കിയാണ്. പിന്നെന്താണ് കോൺഗ്രസ് പറയുകയാണ്, ആ വേദിയിൽ നിങ്ങളുടെ തന്നെ ഐഡിയോളജി പ്രശ്നം പറയുകയാണ്. അതിനെയാണ് പരിഹാസരൂപേണ അദ്ദേഹം ആ വേദിയിൽ ഉയർത്തിക്കാട്ടിയത്. എന്നിട്ട് ആരെങ്കിലും ഒരു പരിഭവം, അവിടെ മുഖ്യമന്ത്രി ഉണ്ട്, 2 MP മാരുണ്ട്, 2 മന്ത്രിമാരുണ്ട്, ആരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തി രേഖപ്പെടുത്തിയില്ല എന്ന്. അപ്പോൾ ആയുധമായി കഴിഞ്ഞു നിങ്ങൾക്കെതിരെ. റെജി ലൂക്കോസ്, ഓഡിയോ ഒന്ന് ഓണാക്കണം, മ്യൂട്ടാണ് റെജി ലൂക്കോസ്. പറഞ്ഞോളൂ. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഏത് ചടങ്ങിലും ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റത്തില്ല. ആരൊക്കെയാണ് ആ വേദിയിൽ നിൽക്കുന്നത് തീരുമാനിക്കേണ്ട പ്രൈം മിനിസ്റ്ററുടെ ഓഫീസാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്ക് പിന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷവും ഇല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയ ഇന്ത്യ മുന്നണിയെ കുറിച്ചുള്ള വളരെ വ്യക്തമാണ്. അപ്പൊ കിട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് അത് പ്രയോഗിക്കുക. അതിന് രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി. ഇവിടെ പ്രശ്നം അതല്ല.
ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിനെയും ഉമ്മൻചാണ്ടിയെയും വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചത് ഞങ്ങളോ BJP അല്ല, അത് സാക്ഷാൽ VD സതീശനെ, കടുംപെട്ട മന്ത്രിസഭ, കൊള്ളക്കാരുടെ സംഘം എന്ന് പറഞ്ഞ VD സതീശനാണ്. ആ VD സതീശന് ഇപ്പോഴെങ്ങനെ ഉമ്മൻചാണ്ടി പ്രേമം ഉണ്ടായത്? തങ്ങളുടെ പാർട്ടിക്കോ തങ്ങളുടെ സർക്കാരിനോ ഒരു റോളും ഇല്ലാത്ത ഒരു പരിപാടിയിൽ താൻ പങ്കെടുക്കുന്നതിനുള്ള നാണക്കേട് കൊണ്ടാണ് അത് ഒഴിവായത്. പക്ഷെ ഇന്ന് കേരളത്തിൽ സ്വയം ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെട്ട നേതാവായി മാറിയിരിക്കുന്നു VD സതീശൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒന്നാകെ ബഹിഷ്കരിക്കലായിരുന്നു. അവരാരും അത് അംഗീകരിച്ചില്ല. കാരണം അറിയോ, ശശിധരൻ അംഗീകരിക്കുന്നില്ല, അതുപോലെ തന്നെ വിൻസെന്റ് അംഗീകരിക്കുന്നില്ല. സാമാന്യ മര്യാദ അനുസരിച്ച് ആ പേരെങ്കിലും ഒന്ന് പരാമർശിച്ച് പോണമായിരുന്നല്ലോ. കാരണം ഓരോ കാലഘട്ടങ്ങളെ പറഞ്ഞ് പരാമർശിച്ചപ്പോൾ തറക്കല്ലിട്ട അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഒരു കരാർ രൂപീകരിച്ച ആളെ, ആ വഴിയെ സഞ്ചരിച്ച, ഇന്നിപ്പോൾ ഈ 10 വർഷത്തോട് അടുക്കുന്ന സമയത്ത് എത്തുമ്പോൾ അതിന് യജ്ഞിച്ച ആളുകളെ ഒന്ന് അനുസ്മരിക്കാമല്ലോ, പേര് പറഞ്ഞ സാമാന്യ മര്യാദ അനുസരിച്ച്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീജിത്തിന് തിരുനാൾ മോദിച്ചോട്ട് അനുസ്മരിക്കണം. ബഹുമാനപ്പെട്ട EK നാരായണന്റെ കാലത്താണ് ഈ പദ്ധതിയെ കുറിച്ച് ഗൗരവമായി ചർച്ച നടന്നത്. അച്യുതാനന്ദൻ അതിനു വേണ്ടിയിട്ട് 2 കരാറിൽ ഒപ്പിട്ട, പക്ഷെ നിർഭാഗ്യവശാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇവരെല്ലാം വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വല്ല VN വാസവൻ അരമണിക്കൂർ പ്രസംഗിക്കേണ്ടി വരും. 2 പേർക്ക് 5 മിനിറ്റ് പ്രസംഗിച്ചത്. കാതലായ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കേരളത്തിൽ ക്രിയാത്മകമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ ഈ കോൺഗ്രസ് ഇല്ലായ്മയായിരിക്കുന്നു. അതിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആ വേദിയിൽ കണ്ടതെന്താ? പ്രതിപക്ഷ നേതാവിന്റെ കസേര ഒഴിച്ചിട്ടിരിക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വികസന പദ്ധതി, ലോകത്തിന് മുമ്പിൽ കേരളത്തിന്റെ വാതായനങ്ങൾ തുറന്ന, അഭ്യസവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന, ഇവിടുത്തെ ടൂറിസത്തിന് വാനോളം ഉയർത്തുന്ന ഒരു പദ്ധതിയിൽ നിന്നും കേരളത്തിന്റെ പ്രതിപക്ഷ വിട്ടുനിന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പുതിയ തലമുറ അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? അദ്ദേഹം രാഷ്ട്രീയപരമായി ഒറ്റപ്പെട്ട, പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോയി, ഒരു തർക്കമല്ല കാര്യത്തിൽ. പിന്നെ വേറൊരു കാര്യം പറയാം, കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ പാര വളർന്നിരിക്കുന്നത് ഈ 4 വർഷം കൊണ്ട് ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ തുരങ്കം വരുന്നതിനെതിരെ പ്രശ്നം ഉണ്ടാക്കി, ഇവിടെ നാഷണൽ ഹൈവേ വരുന്നതിനെതിരെ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ ഈ വിഴിഞ്ഞ പദ്ധതിയുടെ സമരകാലത്ത് ജീവനുണ്ടെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ VD സതീശൻ. ഒരുപക്ഷെ വഴിഞ്ഞത്തെ ജനങ്ങൾക്ക് ഇതിന് സത്യം മനസ്സിലായപ്പോ അവര് ചിലപ്പോ ആ വേദിയിൽ പ്രതിഷേധിക്കുമായിരിക്കും ഇദ്ദേഹത്തിനെതിരെ. ആര് കണ്ട്? അവർക്കൊന്നും രാഷ്ട്രീയമില്ല. അവരുടെ വീടുകളും കുഞ്ഞുങ്ങളും രക്ഷപ്പെടുന്നത്. VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, കേരളം കണ്ട ഏറ്റവും വലിയ പക്വതയില്ലാത്ത പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ ശ്യാമപ്രസാദ് പറഞ്ഞ കറക്റ്റാ. അതേ ആ വേദിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഇത് കേരളത്തിന്റെ പദ്ധതിയായി, രാജ്യത്തിന്റെ പദ്ധതിയാ, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പദ്ധതിയാ. ആ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെ ഇനി ആരെങ്കിലും രാഷ്ട്രീയ നേതാവായിട്ട് 2 കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തപ്പോൾ അവരെ ചൂണ്ടിക്കാട്ടിയാണ് ചിലർക്ക് കൊള്ളുമെന്ന് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് കൂടി പങ്കെടുത്തിരുന്നെങ്കിൽ അതിനെയും മറ്റൊരു ആയുധമാക്കി മാറ്റുമായിരുന്നു പ്രധാനമന്ത്രി ഉൾക്കാഴ്ചയോടുകൂടി ഇത് സംസാരിച്ച രീതിക്കാണെങ്കിൽ. ശരി, ശ്രീകുമാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ 10 സെക്കൻഡ്. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് കാര്യത്തില് വേണ്ടത്ര ഇത് കൊടുത്തില്ലെന്ന്. ഞാൻ അത് ആദ്യമേ പറഞ്ഞതാ. ഒരാഴ്ചയായിട്ട് കേരളം ചർച്ച ചെയ്യുന്നത് ഉമ്മൻചാണ്ടി. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ചർച്ച ചെയ്യാൻ കാരണം? ഈ മണ്ടത്തരം കാരണമല്ല. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും ഒന്ന് സ്മരിച്ച് എല്ലാരെയും ക്ഷണിച്ച് ഈ പരിപാടി നടത്തിയിരുന്നെങ്കിൽ ഇത് അങ്ങനെ അങ്ങ് പോയേനെ. ഇത് അതിനു പകരം ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കാനായിട്ട് നീക്കം നടത്തിയപ്പോഴാണ് ഇത് ചർച്ചയായത്. അത് ഗുണമായി കോൺഗ്രസിന്. അതുപോലെ ഈ വേദിയില് പ്രധാനമന്ത്രി പറഞ്ഞ രാഷ്ട്രീയ മാറ്റം നിസ്സാരമായിട്ട് കാണണ്ട. കാരണം നാളെ പാർട്ടി പ്രവർത്തകരോട് ഈ CPI നേതാക്കൾ ഉത്തരം പറയേണ്ടി വരും. അല്ല, പാർട്ടി ഉത്തരം പറയാൻ ഇപ്പം നേതാക്കൾ എല്ലാവരും ഒന്നായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും പറയാണ്. കാരണം അദാനിയെ പുകഴ്ത്തുക എന്ന് വെച്ചാൽ അത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. ഉമ്മൻചാണ്ടി ആ കാലത്ത് കരാർ ഉണ്ടാക്കിയപ്പോൾ അഴിമതി എന്ന് പറഞ്ഞത് ഞങ്ങൾ ഖേദിക്കുന്നു, നിരുപാധികം ക്ഷമ ചോദിക്കുന്നു, ഉമ്മൻചാണ്ടിയോട് മാപ്പ് ചോദിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ മതി. ഇപ്പൊ പ്രതീക്ഷ ഒരു കാര്യം മനസ്സിലാക്കണം. ശോഭയോടെ കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് പിണറായി വിജയൻ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു. ശോഭയോടെ കേരളം ഭരിച്ച മുഖ്യമന്ത്രി, അങ്ങനെ ഇവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്ന. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പോകും. പ്രസാദ്, റെജി ലൂക്കോസ്, വളരെയധികം നന്ദി. പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞത് കൃത്യമായ ലക്ഷ്യത്തോടെയും ഉദ്ദേശത്തോടും കൂടിയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നു. അത് ആ പ്രതികരണത്തിൽ ഒരുപാട് മറുപ്രതികരണങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഇനി ആ വേദിയിലുണ്ടായിരുന്ന മന്ത്രിമാരുടെയും CPM നേതാക്കളുടെയും ഒക്കെ തന്നെ പ്രതികരണങ്ങളും അടുത്ത നിമിഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.